ആ ഏട്ടനോ? എന്തു പറ്റി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു? നൈറ്റ് ഷിഫ്റ്റ്. തലവേദന വരാതിരിക്കോ? എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നതാ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നതാണ്. നീ ചായ എടുത്തു വേണം. ബർത്ത്ഡേ ഫംഗ്ഷനോ? ഷോപ്പിംഗ് മാത്രമായിരുന്നല്ലോ പ്ലാനിങ്. പ്രവീണെ കണ്ടപ്പോ ഇവക്ക് റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന്. ഏട്ടനറിയായിരിക്കും, നമ്മുടെ ലേക്ക് വ്യൂവിന്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഡിന്നർ കഴിക്കാൻ. അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഞങ്ങള് ഫുഡ് കഴിച്ച ടേബിളിന് അടുത്ത് തന്നെ. അവിടെ ഒരു കപ്പിൾസിന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുമായിരുന്നു. സുന്ദരിയുടെ കുട്ടി കേട്ടോ. മോ പറയാ അച്ചായിന്ന് കണ്ടാ ഇടയിൽ പോലെ വന്നിരിക്കുന്നു. എന്താ മുഖമൊക്കെ വല്ലാണ്ട് തന്നെ? എന്തെങ്കിലും പറയാണോ? ഇനിയെങ്കിലും അവര് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കൈയൊക്കെ ചേർത്ത് വെച്ച് കവലൊക്കെ തലോടി. ഏട്ടൻ ഡാൻസ് ചെയ്യുന്നു. ഞാൻ ചോദിച്ചോട്ടെ, എപ്പോഴാ എപ്പോഴാ എന്റെ ഏട്ടന് എന്നോട് മടുപ്പ് തോന്നി തുടങ്ങി? ഒരുപാട് കള്ളം പറയുന്നുണ്ടല്ലേ? ഒരു സത്യം ചോദിച്ചോട്ടെ, ഈ 3 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? പേടില്ല, ഞാന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നും ആരെ അറിയിച്ചിട്ടില്ല. നോക്ക്, ഇതുവരെ എന്നെക്കാട്ടി ഇഷ്ടം നിങ്ങളോടാ. ഒരച്ഛനില്ലാത്ത എനിക്ക് അറിയേണ്ട വേദന. ഒന്ന് മാത്രം ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ നിൽക്കണോ അതോ പറഞ്ഞാ മതി? ഇവർക്ക് അച്ഛനായി. ഞാൻ ചായ എടുക്കാം.